ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ എപ്പിസോഡ് 63ൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതായത് സൺഡേ സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡ്. അപ്പോൾ നമുക്കറിയാം, ഈ ആഴ്ച ഹൗസിൽ നമ്മുടെ ഹോട്ടൽ ടാസ്കിന് ഗസ്റ്റായിട്ട് വന്ന ശ്വേത ആൻഡ് സാബു മോഹൻ ഇതിൽ വീഡിയോ കോൺഫറൻസ് വഴി അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ ഈ എപ്പിസോഡിൽ ഇവരടുത്ത് ചോദിക്കുകയൊക്കെ ഉണ്ടായി, എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ, ഇവരെങ്ങനെ ഉണ്ടായിരുന്നു, ഇവരുടെ പ്രകടനം എങ്ങനെയാണ്, ഇവർ ഈ ഗെയിം കൊണ്ടുപോയത്, ഇവരെ കൊണ്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ സ്കോർ ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ സാബു ആണെന്ന് പറയേണ്ടി വരും. കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ സാബു കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലൊരു വീര്യമില്ലാത്ത ഒരു HR അല്ല, അച്ചാറാണെന്ന് പറയേണ്ടി വരും. അതുപോലെ ഒരു എന്താ പറയുക, ഒരു യൂസ്ലെസ് ആയിട്ട് പ്ലേ ചെയ്തിട്ടുള്ള ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബയുടെ ഒരു കളിപ്പാവയാണ് ഋഷി എന്ന് പറയേണ്ടി വരും. അത് പറയാതെ സാബുമോൻ കൃത്യമായിട്ട് പറഞ്ഞു, പറയാതെ അല്ല സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് പിന്നെ പവർ ടീമിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് അഹന്ത പിടിച്ചൊരു പവർ ടീം, ഒന്നിനും കൊള്ളാത്തത്. ഒരു ടാസ്കും ആൾക്കാരെ കൊണ്ടൊരു ഫണ്ണായിട്ടൊരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനോ ഒന്നും ശ്രമിക്കാതെ അവരുടെ ധാർഷ്ട്യവും അവരുടെ അധികാരവും അവരുടെ വെറുപ്പും കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു പവർ ടീം. അത് പിന്നെ അൻസിബയുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഇതായിട്ടുള്ള കോൾഡായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ വയ്യ, വെറുതെ ഋഷിക്ക് എന്തെങ്കിലും ഓതിക്കൊടുക്കുക, അത് കേട്ട് തുള്ളാനുള്ള ഒരു പാവയായിട്ട് നടക്കുന്ന ഒരു ഋഷിയും, പിന്നെ റസ്മിൻ ദ വേഴ്സ്റ്റ് കണ്ടസ്റ്റൻ്റ് ഓഫ് ബിഗ് ബോസ് ഹിസ്റ്ററി എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ റസ്മിൻ നമുക്കെല്ലാവർക്കും അറിയാം, ലാലേട്ടൻ്റെ അടുത്ത് എതിർത്ത് സംസാരിച്ച ഒരു അവതാരകൻ്റെ ഒരു റെസ്പെക്റ്റ് വരെ കൊടുക്കാണ്ട് എതിർത്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് റസ്മിൻ. അന്ന് നമ്മൾ വിചാരിച്ചൊരു നാക്കുപിഴ പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിയതായിരിക്കാം. പക്ഷേ റസ്മിൻ്റെ ശരിയായ നിറം, ശരിയായ കളേഴ്സ് ഈ അടുത്ത ദിവസങ്ങളിലാണ് വന്നത്. അതായത് ഗബ്രി പോയതോടുകൂടി ജാസ്മിൻ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ ജാസ്മിന് കളിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി എന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല. എന്നാൽ ആ തെറ്റിദ്ധാരണയുടെ പേരിൽ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് റസ്മിൻ ചോദിച്ച ചോദ്യങ്ങൾ നീ ഇവനും പ്ലാൻ ചെയ്തിട്ടാണോ ഇത് ചെയ്തത്, അത് ഇത്രയും കാലം ഇവരുടെ കൂടെ നടന്ന ഒരാളായിരുന്നു ആ ചോദ്യം ചോദിച്ചതെന്നുള്ള കാര്യം ഏറ്റവും വലിയ ഞെട്ടിക്കുന്നൊരു സംഭവം. അന്ന് തന്നെ ജാസ്മിൻ പൂർണ്ണമായിട്ടും ഇതിനെ കറിവേപ്പില എടുത്ത് കളയുന്ന പോലെ എടുത്ത് കളയണമായിരുന്നു. പക്ഷേ ഈ പവർ ടീമിൻ്റെ ഒരു ഭാഗം ആവാതിരുന്ന ആദ്യ ദിവസം വന്നപ്പം ജാസ്മിൻ്റെ അടുത്ത് ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അഭിഷേക് ശ്രീകുമാർ. ഇപ്പം സ്വയം കണ്ണാടിയുടെ മുമ്പ് പോയിട്ട് ചോദിക്കണം, ഇതുപോലുള്ളൊരു കൂതറ പവർ ടീമിലിരുന്ന് ഒന്നിനും കൊള്ളാത്തൊരു കണ്ടസ്റ്റൻ്റായിട്ട് ഒരു അഭിപ്രായവും ഇല്ലാതെ വെറുതെ അവിടെ ഒളിച്ചിരുന്ന് പ്രവർത്തിച്ച അഭിഷേക് ശ്രീകുമാർ സ്വയം കണ്ണാടിയുടെ മുമ്പ് പോയിട്ട് സ്വന്തമായി ചോദിക്കുന്നതായിരിക്കും അതിനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ പവർ ടീമിൻ്റെ തോന്നിയാസങ്ങളെ കൊണ്ട് ആഞ്ഞടിച്ച് തന്നെയാണ് അപ്സരയാണെങ്കിലും സിജോ ആണെങ്കിലും വാലിഡായിട്ടുള്ള പോയിൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ഇത്രയും വൃത്തികേടിൻ്റെ മുകളിൽ വൃത്തികേടുകൾ, അഹങ്കാരം കൂടിക്കഴിഞ്ഞാൽ അവർക്കറിയില്ല അവരെത്രത്തോളം വൃത്തികെട്ടവരായിട്ടാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യം. അതും ഇതുപോലെ സാമൂഹികമായിട്ട് ഇത്രയും പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിൽ ഒരു ഗെയിം ഷോയിൽ ഇത്രയും അഹങ്കാരം തലക്കി പിടിച്ച ഒരു 5 എണ്ണം ഇല്ല എന്ന് പറയേണ്ടി വരും. റസ്മിൻ ചെയ്ത കയ്യാങ്കളി ജാസ്മിൻ്റെ മേത്ത് അറ്റാക്ക് ചെയ്തു, ലിറ്ററലി അറ്റാക്ക് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോട്ടീസ് ചെയ്ത ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ അപ്പം വരെ ഈ കളിപ്പാവയായിരിക്കുന്ന ഈ ഋഷി എന്ന് പറയുന്ന വ്യക്തി ജാസ്മിനെ തെറി പറയാണ്ടായിരുന്നു, നീ അങ്ങോട്ടേക്ക് പോടി എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയാണ് ഈ ഋഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അൻസിബയും അപ്സരേനെ തട്ടിമാറ്റാൻ നീ ഇവിടുന്ന് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ട പോലെ ഈ പവർ ടീമിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവർ സ്വയം കൊഴുതോണ്ടിയതാണ്. ഈ 5 പേരുടെയും ബിഗ് ബോസ് ഹൗസത്തെ വിധി ഇവർ തന്നെ കുറിച്ച് കഴിഞ്ഞു. ഇനി കാത്തിരുന്ന് ഓരോ ആഴ്ച തോറും ഓരോരുത്തർക്കും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുക എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. പിന്നീട് ഈ ഒരു വീട്ടിൽ നടന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ ചെയ്ത തോന്നിയാസത്തിന് യെല്ലോ കാർഡ് ലാലേട്ടൻ കൊടുത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ജാസ്മിൻ അന്ന് തന്നെ തൂക്കിയെടുത്ത് വലിച്ചെറിയാൻ കഴിയായിരുന്നു. നമുക്കറിയാം, ഡോക്ടർ റോബിൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നപ്പോൾ മറ്റേ കൂറയ്ക്കടിക്കുന്ന വിഷം അടിച്ചിട്ട് സഫക്കേറ്റ് ചെയ്ത് കൊല്ലാൻ നോക്കി, അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ പുറത്തിറങ്ങി ഓടിയപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചൊന്ന് തള്ളിയതിന് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എടുത്ത് കളഞ്ഞ ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ. അല്ലെങ്കിൽ ആ വ്യക്തിക്കായിരിക്കും ആ ബിഗ് ബോസ് കപ്പ് കിട്ടുകയെന്ന് ഏത് മലയാളിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്ന ഒരു ഷോ ആയിരുന്നു അത്. എന്നിട്ട് ഇത്രയും വലിയൊരു അസൾട്ട് നടന്നിട്ട് വരെ ജാസ്മിൻ അത് മുതലെടുക്കാൻ നോക്കിയിട്ടില്ല. ജാസ്മിൻ ഇവരൊക്കെ ക്ഷമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവരുടെ എക്സിസ്റ്റൻസ് ജാസ്മിൻ കൊടുത്തിട്ടുള്ള പിച്ചയാണെന്ന് റസ്മിൻ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് ഇന്ന് ഈ വീട്ടിൽ നടന്ന വേറെ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പവർ ടീം അവരുടെ സ്വയം കുഴി തോണ്ടി എക്സ്പോസ്ഡായി. ഇനി ഒരു തരത്തിലും ഇവർക്കിവിടെ എക്സിസ്റ്റൻസിന് സാധ്യതയില്ല.
ഒരു തരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ക്യാരക്ടർ എന്തായാലും ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം സംശയം കൂടാതെ പറയാൻ കഴിയും എനിക്ക്. പിന്നീട് ഇന്ന് നടന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസിൽ നിന്ന് ഒരു വ്യക്തി ഔട്ടായിരിക്കുകയാണ്. ഇന്നേ വരെ എന്തെങ്കിലുമൊക്കെ ഇന്ന് കാര്യമായിട്ട് ചെയ്യുന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു സബ്സ്റ്റൻസ് ഉള്ളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും ദിവസം എക്സിസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ശരണ്യ ഹൗസിൽ നിന്ന് ഔട്ടായിരിക്കണം. എത്രയും പെട്ടെന്ന് ഇതുപോലെ ആ പവർ ടീമിൽ ഈ ആഴ്ച ഉണ്ടായിരുന്ന വ്യക്തികളെയും എടുത്ത് കളയാൻ പ്രേക്ഷകർ തന്നെ മനസ്സ് വെച്ച് എടുത്ത് കളയുന്നതായിരിക്കും നല്ലത്. കാരണം ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്, അവരുടെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് തോന്നിയിരിക്കുന്നത്? ലാലേട്ടൻ കൊടുക്കേണ്ടതുപോലെ കൊടുത്തോ? സാബുമോൻ കൊടുക്കേണ്ടതുപോലെ കൊടുത്തോ? വേറെ ആരൊക്കെയാണ് ഉദിച്ചു വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പിന്നെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇതുപോലെ നമ്മൾ വളരെ പവർഫുള്ളായിട്ട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയാനും നിൽക്കാനും അനലൈസ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് നടന്നപ്പോൾ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയുള്ള അടുത്ത സീസൺ എന്തായിരിക്കും അല്ലെങ്കിൽ അടുത്ത വീക്ക് എന്തായിരിക്കും നടക്കുക നമുക്ക് നോക്കാം. പിന്നെ ഋഷിയുടെ ക്യാപ്റ്റൻസി നടന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഒന്നിനും കൊള്ളാത്ത ക്യാപ്റ്റൻസി. അതുകൊണ്ടാണ് ജയിലിലും പിടിച്ചിട്ടത്. ഒരു 3 ആഴ്ച ജയിലിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വേസ്റ്റ് ക്യാപ്റ്റനായിരുന്നു. ഒരു കപ്പാസിറ്റിയും ഇല്ലാത്ത, സ്വന്തമായി ഒരു തരത്തിൽ തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു യൂസ്ലെസ് ആൻഡ് വേസ്റ്റ് ക്യാപ്റ്റനായിരുന്നു ഋഷി ഹൗസിൽ. സോ വിൽ കം വിത്ത് അനദർ വീഡിയോ ടുമോറോ. ബൈ ബൈ.